എവിടെയാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം? ഒരു കാര്യം പറ്റില്ല എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഹാനി തിയറി ആ തിയറി നിങ്ങൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കും. അതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ആശയം വളരെ ക്ലിയർ ആണ്. ലിബറലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹാം പ്രിൻസിപ്പിൾ ആണ് താങ്കൾ പറഞ്ഞത്. സ്റ്റുവർട്ട് മില്ലും ഒക്കെ പറഞ്ഞ യൂട്ടിലിറ്റി ഒക്കെ ആ അടിസ്ഥാനം അനുസരിച്ച് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഒരാൾ അയാളുടെ സ്വകാര്യതയിൽ അയാളുടെ വീട്ടിന്റെ മുറിയിൽ വേറെ ആരും ഉപദ്രവിക്കാതെ കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താണ്? അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുക ചെയ്യുന്നത്. അയാൾക്ക് വളരാനും വികസിക്കുവാനുമുള്ള അവകാശത്തെ താങ്കൾ പറഞ്ഞ മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ഡിഫൈൻ ചെയ്തത്? ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഡെഫിനിഷൻ എന്താ അറിയോ? അയാളുടെ വ്യക്തിപരമായ വൈകാരികമായ വികാസത്തിനുള്ള അന്തരീക്ഷം എന്നുള്ളതാണ്. ഇവിടെ സർക്കാർ ലഹരി നിരോധിക്കാനുള്ള കാരണം എന്താ? ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തി വികാസത്തിന് ലഹരി എതിരാണ്. അത് റൂമിനകത്ത് ചെയ്താലും പുറത്ത് ചെയ്താലും എതിരാണ്. താങ്കൾ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം വേറെ രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് താങ്കൾ ഇതിന്റെ ഒരു പ്രശ്നമാണ് ഞാനിപ്പം പറഞ്ഞു വരുന്നത്. അതായത് ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിന് ലിബറലുകളെ സംബന്ധിച്ചോ മതവിശ്വാസികൾക്ക് കൃത്യമായ റിജിഡായ മാനദണ്ഡമുണ്ട്. അത് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ലിബറലിനെ സംബന്ധിച്ചിടത്തോളം, ലിബറൽ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഒരു ഡെഫിനിഷനാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്ന് വെച്ചാൽ നിന്റെ മൂക്കിൽ തട്ടുമ്പോ നീ ഇടപെട്ടോളൂ. അതുവരെ സ്വാതന്ത്ര്യം എന്താണ് ഞാൻ പൂർത്തിയാക്കട്ടെ. എന്നതിന്റെ ഡെഫിനിഷൻ അല്ല എന്ത് ഒരാളുടെ മുക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നതാണ് അതിന്റെ ഡെഫിനിഷൻ അല്ല, അത് അതിന്റെ അതിർത്തിയാണ്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ വ്യക്തിത്വ വികാസത്തിനുള്ള അവസരമുണ്ടോ എന്നുള്ളതാണ്. ആ വ്യക്തിത്വ വികാസത്തിനുള്ള അവസരത്തിൽ അതിന് ഹാനികരമായതാണ് ലഹരി. എന്നാര് പറഞ്ഞു? ലഹരി സർക്കാർ, അതുകൊണ്ടാണ് സർക്കാർ ലഹരി അല്ല. അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മൈത്രേനൊക്കെ നിങ്ങൾക്ക് അറിയാം. മൈത്രേന്റെ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം മൈത്രേന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ പല അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു അതിരില്ലാതാവുന്നുള്ളതാണ് പ്രശ്നം. എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? ഇവിടെയുള്ള മൈത്രേനെ പോലെയുള്ള പല ബുദ്ധിജീവികളായ അവർ പറയുന്നത് വെച്ചാൽ ഈവൻ ശാസ്ത്രജ്ഞന്മാരും കവിയത്രിമാരും അവരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ക്രിയേറ്റിവിറ്റി വരുന്നതാണ്. താങ്കളുടെ വ്യൂ പോയിന്റ് വളരെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, സൊസൈറ്റിക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അല്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ താങ്കൾക്ക് ലഹരി എന്തുകൊണ്ട് തെറ്റാണെന്ന് താങ്കൾക്ക് പറയണമെന്നുണ്ട്. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ അങ്ങനെയാണ്. പക്ഷെ അമേരിക്കയിൽ കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? അവിടുത്തെ ഗവൺമെന്റ് മദ്യം ലീഗലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? ആ ഇൻകൺസിസ്റ്റൻസിയെ താങ്കൾ എങ്ങനെ വിശദീകരിക്കും? മദ്യത്തിന് ഒരുപാട് ശാരീരികമായും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും പ്രശ്നങ്ങളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആ മദ്യം ഓക്കെ ആയത്? മദ്യം സോഷ്യോളജിക്കലി മനുഷ്യന് ചിലപ്പോൾ ലഹരി ആവശ്യം വരാം. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ലഹരി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. താങ്കൾ എന്ത് പറയുന്നു? ലഹരി ചില സമയത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള പൊസിഷൻ താങ്കൾ എടുക്കുന്നു. അതേ പൊസിഷൻ എടുക്കുന്ന താങ്കൾ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കാനുള്ള പല ആളുകളുടെയും ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കും. അളവാണല്ലോ, ഓരോന്നിനും ടോക്സിക്കേഷൻ ലെവൽ വ്യത്യാസമുണ്ട്. അല്ല, വളരെ നല്ല രൂപത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. വളരെ നല്ല രൂപത്തിൽ കഞ്ചാവ് ടോക്സിക്കേഷൻ ലെവൽ അല്ല, MDMA ടോക്സിക്കേഷൻ ഞാൻ ചോദിക്കട്ടെ, വ്യത്യാസമുണ്ടല്ലോ. ഈവൻ നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യത്തെക്കാൾ കുറവാണ് കഞ്ചാവിന്റെ സൈഡ് എഫക്ട്സ്. അല്ല, താങ്കൾ പഠിക്കാൻ ശ്രമിച്ചോളൂ. മദ്യത്തിന്റെ എഫക്ട്, മദ്യപാനത്തിന്റെ അവൈലബിലിറ്റി, മദ്യത്തിന്റെ വില, മദ്യം നിർണ്ണയിച്ചു കൊടുക്കുന്നതൊക്കെ സർക്കാരിന് നിയന്ത്രണമുണ്ട്. അത് കഞ്ചാവിനെ സംബന്ധിച്ചിടത്തോളം കഞ്ചാവിന്റെ അവൈലബിലിറ്റിയും കഞ്ചാവിന്റെ അത് നിയന്ത്രണത്തിലാക്കി ലീഗലൈസ് ചെയ്താൽ പോരെ? ലീഗലൈസ് ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ മാറൂലേ? അപ്പം കഞ്ചാവ് ഓക്കെയാണ്. ലീഗലൈസ് ചെയ്ത കഞ്ചാവ് ഓക്കെ ആവില്ല. നിങ്ങൾ കൊടുക്കുന്ന ലഹരി ഒരാൾക്ക് ലഹരി എന്തുകൊണ്ട് കഞ്ചാവ് പറ്റില്ല? എന്തുകൊണ്ട് കഞ്ചാവ് പറ്റില്ല? അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ ഒരു നിശ്ചിതമായ മാനദണ്ഡമുണ്ട്. ഇവിടെ മദ്യം അവൈലബിൾ ആക്കി കൊടുത്തത് കൊണ്ടാണ് മറ്റ് ലഹരികൾ നിരോധിക്കുന്നത്. കഞ്ചാവും അതിന്റെ മാനദണ്ഡം പറയൂ. അത് സർക്കാരിന്റെ മാനദണ്ഡമാണ്. സർക്കാർ എന്തുകൊണ്ട് അമേരിക്കയിൽ കഞ്ചാവ് നിയന്ത്രിക്കണം? ലഹരിയുടെ വ്യാപനം നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ഒരു പരിമിതമായ അളവിൽ കൊടുക്കാൻ സാധിക്കുന്ന ലഹരി കൊടുക്കുകയും മറ്റ് ലഹരികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ചില സമൂഹം അമേരിക്കൻ സർക്കാർ വിചാരിക്കുന്നു കഞ്ചാവ് കൊടുക്കാം. ഇവിടെ നാളെ ഗവൺമെന്റ് കഞ്ചാവ് കൊടുക്കാന്ന് വിചാരിച്ചാൽ താങ്കൾ അതിനെ സപ്പോർട്ട്? കഞ്ചാവ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മദ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യം തെറ്റല്ല എന്നാണ് ആരും പറയുന്നത്.
താങ്കളാണ് പറഞ്ഞത് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. താങ്കളാണ് പറഞ്ഞത് ഇടയ്ക്കൊക്കെ ലഹരി ഉപയോഗിക്കേണ്ടി ചില ആളുകൾക്ക് ഞാൻ പൂർത്തിയായി മദ്യത്തെ അനുകൂലിച്ചല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞു ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ആവശ്യമുള്ളവരുണ്ട്, അവർ മദ്യപിക്കുന്നു. അവിടെയാണ് ലോകയുടെ അളവാണ്. അവിടെ കഞ്ചാവും കൂടി കൊടുത്ത് MDMA കൂടി കൊടുത്ത് അപ്പൊ എത്രയാവും? ഈ അളവ് കൂടുന്നുണ്ട്. അല്ല, അതൊക്കെ സമൂഹത്തിൽ അതിശിദ്രതയുണ്ടാവും. താങ്കൾ വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട്, സൊസൈറ്റിയെ കൂടി കൺസേൺ ഉള്ളത് കൊണ്ട് താങ്കൾക്ക് തോന്നുന്ന ആശങ്കകൾ മാത്രമാണ്. ഒരു കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഒരുപാട് മറുവാദങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ ഒരു കഞ്ചാവ് അതെ, അവിടെയാണ് ഇങ്ങനെ ഒരു മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മ സൃഷ്ടിച്ചത് പടച്ചവനാണ്, ദൈവമാണ്. നമ്മെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നത്, ഈ സൊസൈറ്റിയെ പറ്റി പൂർണ്ണമായി അറിയുന്നത്, നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും വരും വരായികളെ പറ്റി പൂർണ്ണമായി അറിയുന്നത് പടച്ചവനാണ്. നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മദ്യം ഉണ്ടായാൽ എന്താ, കഞ്ചാവ് ഉണ്ടായാൽ എന്താ, അങ്ങനെ പല തോന്നലുകളും ഉണ്ടാകും. പക്ഷേ ഒരു പ്രവൃത്തിയുടെ ലോങ് ടേം എഫക്റ്റ് പൂർണ്ണമായി അറിയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ബുദ്ധിക്കും അറിവിനൊക്കെ പരിമിതി ഉള്ളത് കൊണ്ട് ലോങ് ടേം എഫക്റ്റ് അറിയാൻ നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ പരിമിതികൾ മറികടക്കാനാണ് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ആ ശാസ്ത്രം പിന്നെ ചെയ്യുന്നത് മനുഷ്യൻ തന്നെയല്ലേ, മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പം ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ്. ശാസ്ത്രം ഒരു മോറലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മതവിശ്വാസികൾ എങ്ങനെ ലോകത്തെ കാണുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പം ദൈവത്തിന് എല്ലാം അറിയാം, ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റും ഷോർട്ട് ടേം എഫക്റ്റും എല്ലാം അറിയാം. ആ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറ്റൂല, എന്ത് പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ കഞ്ചാവാകട്ടെ MDMA ആകട്ടെ അതൊന്നും ആലോചിക്കേ വേണ്ട. ലഹരി ഉണ്ടാക്കുന്ന എന്തും, വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് ചെറിയ അളവിൽ പോലും തിന്മയാണെന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഏത് ലഹരിയിലേക്ക് നമ്മൾ സ്ട്രെസ് റിലീഫിന് എന്ന് പറഞ്ഞിട്ട് പോയാലും, ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് പോയാലും, എന്തിന്റെ പേരിൽ പോയാലും ആ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന പർപ്പസിൽ നമ്മൾ തെറ്റിച്ച് കളയുന്നതായതുകൊണ്ടാണ് ഇത് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളത്, മതങ്ങളിലൊക്കെ പൊതുവിൽ ഹറാമായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നും മാറി നമ്മളൊരു ലിബറൽ കൾച്ചറിലേക്ക് വന്നാൽ അവിടെ താങ്കൾ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. എന്തുകൊണ്ടൊരു കാര്യം ലഹരി തെറ്റാകുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കാൻ. അപ്പോൾ ചില ആളുകൾ പറയും അത് മദ്യം ചില സമയത്തൊക്കെ ഓക്കെയാണ്, ലഹരി ചിലതൊക്കെ ഓക്കെയാണ്. അപ്പോൾ വേറെ ചില ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ മദ്യത്തിനേക്കാൾ സൈഡ് എഫക്ട്സ് കുറഞ്ഞ കഞ്ചാവ് ഉണ്ടല്ലോ. അങ്ങനെ പലതരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ ഇൻകൺസിസ്റ്റൻസീസ് ഉള്ള വേൾഡ് വ്യൂ, അതനുസരിച്ച് ജീവിക്കാൻ അടക്കം ആളുകൾക്ക് താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു ഐഡിയോളജി ഈ വളരെ കൺസിസ്റ്റന്റ് ആയ ഒരു ഐഡിയോളജിയുടെ മുകളിലേക്ക് ഇമ്പോസ് ചെയ്യരുത്. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.